അദ്ദേഹം വെള്ളൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. പക്ഷികളുടെ റിപ്പബ്ലിക്, ഇലഞ്ഞിപ്പൂക്കൾ കഥകളാണ്. പക്ഷികളുടെ റിപ്പബ്ലിക് എന്നുള്ള നോവലും അങ്ങനെ കുറച്ച് കഥകളുമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രശസ്തനായ ഒരു രചയിതാവാണ് എൻ പ്രദീപ്കുമാർ. അദ്ദേഹത്തെ കടന്തേരിയുടെ വീട്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തന പിന്നെയാണെങ്കിലും നന്ദി അർപ്പിക്കേണ്ടവരാണ്. ഇത്രയും ഗംഭീരമായ ഒരു മാസിക ഇറക്കാൻ സഹായിച്ച കവികളും അവരുടെ കുടുംബാംഗങ്ങളും ഇരിക്കുന്ന എല്ലാവരെയും വളരെ കൃത്യമായി ഈ കടന്തേരി കവിസമാ ഓഫീസിൽ ജോലി ചെയ്യുന്നു. നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹം കവിയാണ്. നിരവധി പുസ്തക പ്രസാധനം ഞാനൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. കവിത പോലെ നമുക്ക് ഒരു കഥാമാസിക കൊണ്ട് പിടിക്കണം, കഥാമാസികയോടെ ഇറക്കണം എന്നുള്ളതാണ്. ഈ ഇതിനോടെല്ലാം എഴുതുന്നവരാണ്. എല്ലാം പലതരത്തിൽ എഴുതുന്നവരാണ്. സാറാണെങ്കിൽ കഥകളും കവിതകളും എഴുതുകയാണ്. അതുകൊണ്ട് കടുത്തുരുത്തി കേന്ദ്രമായി ഇത് വന്നു എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അവലോകനത്തിലേക്ക് വേണ്ടി സാറ് ആശയെ കുറിച്ച് പറയും. അതിനുവേണ്ടി പറയുക സിന്ധു ദീപം എന്ന് മറ്റ് സംസ്കൃത കൃതികളിൽ വന്നിട്ടുണ്ട്. ഒരു തീരദേശമായിരുന്നു, കടൽ തീരമായിരുന്നു, വ്യാപാര കേന്ദ്രമായിരുന്നു. പിന്നീട് വടക്കന്നൂർ രാജവംശത്തിന്റെ ഒരു ആസ്ഥാനം, പിന്നീട് വൈക്കത്തേക്കൊക്കെ പോയി ആ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. MLA അതിന്റെ ഒരു ഹെറിറ്റേജ് സൊസൈറ്റി രൂപീകരിച്ച് അതിന്റെ വടക്കന്നൂർ രാജവംശത്തിന്റെ ഒരു ചരിത്രം എഴുതുകയാണ്. ഞാൻ പല കടന്തേരിയിലെ കോർത്തിണക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സംഘടനയുടെ ആ സംഘാടക മികവ് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ വേദിയിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്നൊക്കെ നമ്മുടെ എഴുത്തിന്റെയും ചിന്തയുടെയും എല്ലാം മേഖലകളിലെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഉദിച്ചുയരുന്ന ഒരുപാട് താരങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു. കവിത മാത്രം. അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം ഇവിടെ സംജാതമായിരിക്കുകയാണ്. കടന്തേരിയുടെ മോൻസ് ജോസഫ് MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കടന്തേരി എന്താണ് എന്നുള്ളത് താല്പര്യമുണ്ടെങ്കിൽ എൻട്രി കൊടുത്താൽ തരും. മറ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയല്ല. മറ്റുള്ളിടത്ത് ഇപ്പോൾ വൈക്കത്ത് ഇതിന്റെ ഒരു ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ വേറൊരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സിന് അദ്ദേഹത്തോട് ഞങ്ങൾക്കെല്ലാമുള്ള വിനീതമായ ആ ഒരു കൃതജ്ഞത പറയുകയാണ്. രണ്ടാമത് വടക്കന്നൂർ രാജവംശത്തിന്റെ വലിയ ചരിത്രം ഉണ്ട്. സഹിഷ്ണുതയുള്ള വലിയ വ്യാപാര കേന്ദ്രമായിരുന്ന ഒരു കേന്ദ്രത്തിൽ അതിന്റെ കടന്തേരി എല്ലാ തരത്തിലും വളരെ സിന്ധുദ്വീപം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു നഗരമാണ്. പ്രാദേശിക സങ്കുചിതവാദമല്ല, കോട്ടയം ജില്ലയാകെ വിഭാവനം ചെയ്താണ് ഈ കടന്തേരി എന്നുള്ള പേരെടുത്തുകൊണ്ട് ഈ കവിസമാജം മുന്നോട്ട് പോകുന്നത്. വൈകാതെ കഥയും മറ്റുമൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാകണം. കവിതയുടെയും സാഹിത്യത്തിന്റെയും ലോകത്ത് വളരെ ഹൃദ്യമായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കടന്തേരിയുടെ മണ്ണിൽ കടുത്തുരുത്തിയുടെ ഈ തിരുമുറ്റത്ത് തുടർച്ചയായി ഒത്തുചേരുവാനും അതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന അനുഭവങ്ങൾ നാടിന് പുതിയ പുതിയ സൃഷ്ടികളായി സമ്മാനിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ വലിയ തുടക്കമാണ് നിങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷം. കടന്തേരി കവിതാ മാസികയുടെ ഓണപ്പതിപ്പ് പുറത്തിറക്കുവാനുള്ള തീരുമാനമെടുത്തപ്പോൾ
എന്നെ പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ് വിളിക്കുകയും ഇതിലേക്ക് ആശംസ പറയുകയും ചെയ്തു. ഞാൻ ഏതാനും വരികളിൽ ചെറിയ ആശംസ എഴുതിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് പറഞ്ഞു അടുത്തുച്ചൂടെ തന്നെ കടന്തേരി എന്ന ഈ ഓണപ്പതിപ്പിന് വേണ്ടി ചേരാനെത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭകളായ ഒരുപിടി സാഹിത്യരംഗത്ത് സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെടുക്കുന്ന ആത്മാർത്ഥതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സന്ദേശം അത് വിലപ്പെട്ടതാകണം, കുറച്ചുകൂടി കരുത്തിട്ടതാകണം, കുറച്ചുകൂടി ആത്മാർത്ഥത നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ട് ആദ്യം ഞാൻ എഴുതിയത് മാറ്റി അല്പം രണ്ടാമത് ഞാൻ പുതുക്കി എഴുതിച്ചാം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ അത് ദിവസങ്ങളോളം പറ്റാതെ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി. എങ്കിലും ഞാൻ അത് വൈകിട്ട് ഞാൻ ഇരുന്ന് എഴുതി ചേർത്ത് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്കൊരു സംതൃപ്തി എനിക്കും ഉണ്ടായി. കാരണം ഞാനതിലേക്ക് നിങ്ങളോട് പൂർണ്ണമായ മനസ്സോടെ സഹകരിച്ചു എന്നൊരു സന്തോഷത്തോടെ ഞാനത് BTP എടുത്ത് MLA കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു കാര്യത്തിൽ ആശംസയുടെ രൂപത്തിലാണെങ്കിൽ പോലും കടന്തേരി ഓണപ്പതിപ്പിൽ ഒരു പങ്കാളിയാകുവാൻ കഴിയുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. എന്നെ കൂടി അത് ഉൾപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ പരിശ്രമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയും ചെയ്തു. കടന്തേരി ഓണപ്പതിപ്പ് കടുത്തുരുത്തിയുടെ അഭിമാനമായ രജനിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി നിങ്ങൾക്ക് കൈത്താനായി എന്നെ പോലെയുള്ള ജനപ്രതിനിധികളുണ്ടാവും. ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും വെറുതെ വാക്ക് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമായി നിങ്ങൾക്ക് കൂട്ടണം. ഞാൻ രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ടി വരും. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് 100% ആത്മാർത്ഥതയോടെയാണ്. എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുകളും നടത്തിപ്പിന്റെ കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. എന്റെ എല്ലാ സന്ദർഭവും ഉണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. പ്രകാശന കർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്. വരുന്നുവെന്നായി ചൊല്ലി ഓരോരോ പൂക്കളുമാർത്തു ചൊല്ലി ഓണമഞ്ഞൾ കിളിപ്പാട്ടു കേട്ടു ഓണപ്പൂ തുമ്പീക്കൻ പാടി വന്നു. ഗാനരചയിതാവ് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ഇതാരാണ് വായിക്കുന്നത്? സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ജീവിതം ആര് വായിക്കാനാണ്? നമുക്ക് വിജയിച്ചവരുടെ ചരിത്രം മാത്രമേ നമുക്ക് വായിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ ജീവിതം ആര് വായിക്കാനാണ്? എങ്കിലും ആ പബ്ലിക്കേഷനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളത് പബ്ലിഷ് ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എഴുതാമോ? അങ്ങനെയാണ് ആ നെല്ല് മല പുല്ലാണ് എന്ന എന്റെ ആത്മകഥ. അങ്ങനെ മരണശേഷമാണ് ഞാൻ വീണ്ടും പുസ്തകങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത്. ആ സമയത്താണ് എന്റെ പുസ്തകം എഴുതിയത്. രേഖകൾ അതും ഞാനിത് നോക്കിയായിരുന്നു.
ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. അതിന്റെ കവച്ച് തന്നിട്ട് ഓരോന്നും ഈ പാട്ട് അർത്ഥങ്ങളുണ്ട്. അതിന്റെ ഓരോ വഴികൾക്ക് വളരെ സമയമെടുത്ത് വായിച്ചാലേ ഓരോന്നും വ്യക്തമായി മനസ്സിലാവാൻ പറ്റുന്നത്. ചില പറഞ്ഞ പോലെ അത്ര മലയാളത്തിൽ പാണ്ഡിത്യമുള്ളതല്ല. അത് പെട്ടെന്ന് വായിച്ചിട്ട് അതിന്റെ ഓരോരായിരിക്കും. ഓരോ കവിതകൾക്ക് എന്നും പ്രാധാന്യമുണ്ട്. പഴയ കവിതകളല്ലേ മനുഷ്യന് ഇത് കൊയ്ത്ത് പാട്ട് കൊണ്ടിട്ട് അതിനിപ്പുറത്തേക്ക് വന്നിരുന്ന ഓരോ അതൊക്കെ കടുത്തുരുത്തി ഈ ഭാഗത്ത് ഒക്കെ ഉണ്ടായ പാട്ടുകളാണ്. അതാണ് പിന്നീട് നാടൻ പാട്ടുകളുടെ രീതിയിൽ ഉണ്ടായത്. കല്ലറ ഈ ഭാഗങ്ങളുണ്ടായത്. പിന്നീട് അതിന്റെ ഒരു എപ്പോഴും